വിവാദങ്ങൾക്കിടെ ഗവർണർ സർക്കാർ പോരിന്റെ തലം മാറുന്നു. സുരക്ഷയിൽ പോലീസ് വീഴ്ചയെന്ന ഗവർണറുടെ പ്രതികരണത്തിന് പിന്നാലെ കേന്ദ്രസേനയെത്തിയതോടെ സർക്കാരിന് തിരിച്ചടിയായി. ജാള്യത മറക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയെങ്കിലും CRPFന്റെ വരവ് നടുറോഡിൽ ഗവർണറെ നേരിടുമെന്ന് ആവർത്തിച്ച SFI പ്രവർത്തകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നാടകീയ രംഗങ്ങളുടെ പരമ്പരയായിരുന്നു ഇന്നലെ ഗവർണർ പോയ വഴിയിലെല്ലാം. തുടർച്ചയായി ഭരണത്തലവന് നേരെ SFI നടത്തിയ പ്രതിഷേധങ്ങളും അതിക്രമങ്ങളും എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് കൊല്ലത്ത് കണ്ടത്. ഇതിന് പിന്നാലെയാണ് Z+ സുരക്ഷയുള്ള ഗവർണർക്ക് കേന്ദ്രസേന നേരിട്ടെത്തി സുരക്ഷ ഒരുക്കിയത്. കേരള പോലീസ് സുരക്ഷ നൽകുന്നതിൽ തുടർച്ചയായി വീഴ്ച ഉണ്ടായതിനാലാണ് കേന്ദ്ര ഇടപെടൽ. ഇതോടെ വെട്ടിലായത് ഇടത് സർക്കാരാണ്. ഗവർണറുടെ സുരക്ഷയിൽ ന്യായീകരണവുമായി മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും രംഗത്തെത്തിയിരുന്നു. ഇതും കേന്ദ്ര ഇടപെടലിന് മുന്നിൽ വില പോയിട്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചീഫ് സെക്രട്ടറി V. വേണുവിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടികൾ കടുപ്പിച്ചേക്കും. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPF ഏറ്റെടുത്തു കഴിഞ്ഞു. പള്ളിപ്പുറം CRPF ക്യാമ്പിലെ 30 ജവാന്മാരാണ് സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.